ഹാപ്പി ക്രിസ്മസ് നീക്കുട്ടി. ഇവിടെ എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അവൾ ആഘോഷിക്കുന്ന ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാ പ്രാവശ്യവും ആഘോഷിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഹെവി ആയിട്ട് ആഘോഷിക്കുകയാണ് ഇപ്രാവശ്യം കേട്ടോ ക്രിസ്മസ്. അപ്പോൾ ഇത് ക്രിസ്മസ് ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കായിരുന്നു കേട്ടോ പള്ളിയിൽ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം മിയക്കുട്ടി അങ്ങനെ രാവിലെ എണീക്കുന്ന ഒരാളൊന്നും അല്ല. രാത്രി നല്ല ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് രാവിലെ കുറച്ച് താമസിച്ചാണ് അവൾ എണീക്കുന്നത്. പക്ഷേ ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ എണീറ്റ് റെഡിയായി പള്ളിയിൽ പോയി. തിരിച്ചത് ആ പള്ളിയിൽ നിന്ന് വരുന്ന വരവാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പള്ളിയിൽ നിന്ന് വന്ന പിന്നെ മിയക്കുട്ടി ഫുൾ ആക്റ്റീവാണ് കേട്ടോ. പള്ളിയുടെ അകത്ത് ഫുൾ ആൾ സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഇതാ വീട്ടിൽ വരാനുള്ള ആ ഒരു റോഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഹസ്ബൻഡ് ഒരു വീഡിയോ കോൾ വിളിച്ചു. പിന്നെ ഞാനും കുഞ്ഞും വീഡിയോ കോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു വീഡിയോ എടുത്തു കേട്ടോ. ഒരു സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒരു കുഞ്ഞ് വീഡിയോ എടുത്തു. പിന്നെ അത് ആൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആൾ നല്ല ആക്റ്റീവാണ്. പിന്നെ നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. മിയക്കുട്ടിക്ക് തീരെ ഇഷ്ടമായില്ല. അവൾക്ക് കേക്ക് നമ്മൾ 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 2 കേക്കും വേറെ വേറെ ഫ്ലേവറായിരുന്നു, എന്നിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പവും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ആ കേക്ക് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വേറൊരു കേക്ക് അത് കൊടുത്തിട്ട് അവൾ തുപ്പി തന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ബിരിയാണിയും ചിക്കനും സാലഡും പായസവും പാൽപ്പായസവും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിച്ചത്. മിയക്കുട്ടിക്കും ഇഷ്ടമായി കേട്ടോ, അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ എരികൊന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് അവൾ കഴിച്ചു കേട്ടോ. പിന്നെ അത് പായസം കുടിക്കുകയാണ്. അവിടെ മത്സരമായിരുന്നു ഞാനും മിയക്കുട്ടിയും കൂടെ. അപ്പോൾ അമ്മ ഇങ്ങനെ കോരി തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും മിയക്കുട്ടിയും പായസം കുടിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.